നമസ്കാരം കൂട്ടുകാരെ, തുങ്കേഷാണ് പുളിക്കാപ്പൻ. ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ എഴുന്നേക്കാൻ താമസിച്ചു പോയി. മണി ഇപ്പം 5:45. സാധാരണ എഴുന്നേൽക്കുന്നത് 5 മണിക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പല്ല് തേക്കണം, കുളിക്കണം, പിന്നെ വിളക്ക് തെളിക്കണം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി ഒന്ന് വിളക്ക് തെളിക്കണം. അപ്പോൾ വിളക്ക് തെളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കൂട്ടുകാരെ, വിളക്ക് തെളിച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ പൂജാമുറി. എൻ്റെ പൂജാമുറിയിൽ ഞാൻ വിളക്ക് തെളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡ്രസ് ചെയ്യണം, ഒരു ചായ കുടിക്കണം, എന്നിട്ട് ഇറങ്ങാൻ പോവാണ്. കൂട്ടുകാരെ, നേരം വെളുത്ത് മണിയിപ്പോൾ 6 മണി കഴിഞ്ഞ് 6:05. അപ്പോൾ കൂട്ടുകാരെ, ചായക്ക് വെള്ളം വെച്ചേക്കാണ് കേട്ടാ. ഞാൻ തന്നെയാണ് ചായ ഇടുന്നത്. കാരണം അമ്മ സുഖമില്ലാത്തതുകൊണ്ടേ ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ ക്ഷീണം കാണും. അപ്പോൾ കൂട്ടുകാരെ, ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് റൂമിനകത്തെ. പിന്നെ പാൽപ്പൊടിയിലേക്ക് ഇപ്പോൾ ഇത് ഒഴിക്കും ഞാൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ ഇതിൻ്റെ അകത്ത് പാൽപ്പൊടിയൊക്കെ ആദ്യമേ തന്നെ ഇട്ടിട്ടാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചായ ഇപ്പോൾ എടുക്കും. കൂട്ടുകാരെ, അപ്പം ഞാൻ കച്ചവടത്തിനിറങ്ങാൻ പോവാണ്. കച്ചവടത്തിനിറങ്ങുന്നതിന് മുമ്പും എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ. കൂട്ടുകാർക്ക് കാണാം, എൻ്റെ അച്ഛൻ അതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് പീതാംബരൻ എന്നായിരുന്നു. അപ്പോൾ അച്ഛനാണ് എനിക്കെല്ലാം. അച്ഛൻ പോയതിലാണ് എൻ്റെ ദുഃഖം. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് കച്ചവടത്തിന്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പഴവീട് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് പഴവീട് ക്ഷേത്രം. ഇതാ കാണുന്നതാണ് പഴവീട് അമ്പലം. ഇവിടെ പ്രാർത്ഥിച്ച് ഒന്ന് കളഭം തൊട്ടതിന് ശേഷമാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത് കച്ചവടത്തിന്. കൂട്ടുകാരെ, അപ്പം ഞാൻ കച്ചവടത്തിനായിട്ട് എൻ്റെ സ്കൂളിൻ്റെ വാതിക്കെ പഠിച്ച സ്കൂളിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ റോഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് അവധിയാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അവധിയായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നതാണ്. കൂട്ടുകാരെ, രാവിലെ ഞാൻ വീട്ടിൽ ചായ ഇട്ടില്ലേ, ചായ ഇട്ടപ്പം ചായ കലക്കലായിട്ട് ഉപയോഗിച്ച ഒരു ചെറിയ സ്പൂൺ ഉണ്ടായിരുന്നു കണ്ട. അത് കഴുകിയിട്ട് ഞാൻ ഓർത്തില്ല. ഞാനവിടുത്തെ എൻ്റെ പോക്കറ്റിലിട്ട്. ഇപ്പോഴാണിത് കാണുന്നത് തന്നെ. ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടാ. അത് പോക്കറ്റിലായിപ്പോയി. അപ്പോൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. കാരണം എന്തെടുത്താലും പോക്കറ്റിൽ ഇടുന്നൊരു ശീലമുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ. അപ്പോൾ കച്ചവടത്തിനായിട്ട് ആരും വന്നില്ല. രാവിലെ 2 ടിക്കറ്റ് പോയി കേട്ടാ. അതാണ് എൻ്റെ ആദ്യത്തെ കൈനീട്ടം. നമ്മുടെയൊക്കെ ഇത് സ്ഥിരം എടുക്കുന്ന ഒരു അണ്ണനാണ്. നല്ല കൈനീട്ടമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി വെയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സ്കൂളിൻ്റെ നേരെ തെക്ക് ഭാഗമുണ്ട്, അവിടെയാണ് പോയിരിക്കുന്നത്. 1 മണി വരെ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് അവിടെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യും. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ടായിരിക്കുമേ. അപ്പോൾ ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ രാവിലത്തെ കാപ്പി കുടിക്കുന്നത് ഇപ്പോഴാണ്. ആലപ്പുഴ തിരുവാമ്പാടി ജംഗ്ഷനിൽ ബിംബീസ് റെസ്റ്റോറൻറ്റ് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിലെ ഒരു കലാകാരനില്ലേ, അമീർ നിൽക്കുന്ന കടയിലെ ആ കടയിൽ ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സ്പ്രൈറ്റിൻ്റെ ഒരു കുത്തി വെള്ളം കുടിക്കുകയാണ്. അവിടെ ഒരു പപ്സും മേടിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ പരിചയപ്പെടുത്തിയ മുമ്പ് അമീർ കടയിൽ നിൽപ്പുണ്ട്. അവനടുത്ത് വയ്ക്കുന്ന ഇവിടെ നിൽക്കുന്ന വേറെ ഒരു അണ്ണനാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങും കേട്ടോ പ്രിയപ്പെട്ടവരെ. ഓക്കെ. ഇപ്പോൾ കൂട്ടുകാരെ, ഞാൻ കച്ചവടം കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിക്കാനല്ലേ, വെള്ളം കുടിച്ച് ഒരു പപ്സ് കഴിച്ചു. അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം ഒന്ന് മയങ്ങി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് ഫ്രഷായി നാളത്തെ ടിക്കറ്റ് എടുക്കാനായിട്ട് കടയിലേക്ക് പോകും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വന്നപ്പോൾ ഒന്ന് കിടന്നുറങ്ങിപ്പോയി, മറന്നുപോയി. നല്ലപോലെ ഉറങ്ങി. 2 മണിയാകാൻ പോകുന്നു, 1:45. ഞാനിപ്പോൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് ഇച്ചിരി മീൻകറി ഉണ്ട്, ഒരു മീൻ വറുത്തതുണ്ട്, ഒരു അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടിയുണ്ട്. അപ്പോൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. കാക്കയ്ക്ക് കൂടെ ആദ്യം ഇച്ചിരി വെച്ചേക്കാണ്. ബാക്കി പിന്നെ പറയാം. അപ്പോൾ കൂട്ടുകാരെ, ഊണ് കഴിക്കുകയാണ്. ചോറാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ വൈകുന്നേരത്തുള്ള കച്ചവടത്തിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ടിക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ
ഇനിയിപ്പോൾ വളരെ കുറച്ച് നേരം കൂടെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അവസാനിക്കാനായിട്ട്. കുറച്ച് നേരം കുറച്ചുണ്ട് കൂട്ടുകാരെ. അപ്പം ഞാൻ ടിക്കറ്റ് കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ഇപ്പം 6:35 6:40 ആകുന്നു. ഇത്തിരി താമസിച്ചു പോയി. ഇന്ന് ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നേ, രാധാകൃഷ്ണ നൃത്തമൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നപ്പോൾ താമസിച്ചു പോയി. ഇനിയിപ്പോൾ നാമം ചൊല്ലണം, അതിനുശേഷം ബാക്കി. അപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ്. വിളക്ക് തെളിച്ചിട്ടുണ്ട്, കാണാം. വിളക്ക് തെളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മാവിൻ്റെ വീട്. അവിടെ അമ്മയൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ദിവസത്തെ ആ വീഡിയോ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ തീരാൻ ഇനി വളരെ കുറച്ച് നേരമേ ഉള്ളൂ. കുറച്ച് നേരം TV കണ്ട് അതിനുശേഷം വീട്ടിൽ പോയി ഇരുന്നിട്ട് വേണം എനിക്കിത് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാൻ. ഒരെന്നെ ഇച്ചിരി പാടാണല്ലോ കൂട്ടുകാരെ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നെറ്റ് തീരാൻ പോവുകയാണ് എൻ്റെ. അത് ചെയ്യാൻ പറ്റണമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും എനിക്കുണ്ടായിരിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം TV കാണുകയാണ്. കൂട്ടുകാരെ എന്തു പറയുന്നു, എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാൻ അത്താഴം കഴിക്കാൻ പോകണം കേട്ടോ. ഇച്ചിരി ചോറുണ്ട്, ഇച്ചിരി മീൻകറിയുണ്ട്, അച്ചിങ്ങാപ്പയർ തോരനുണ്ട്, പിന്നെ ഒരു പപ്പടമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. ഒരു വിഷ്ണു, മിഖേൽ, പിന്നെ ഒരു വിഷ്ണു, ഇവരെല്ലാം ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ അത്താഴം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം അപ്പുറത്ത് മാമൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയായിട്ട് വരുന്ന TV കാണും. നമസ്കാരം കൂട്ടുകാരെ. ഞാൻ TV കണ്ടതിന് ശേഷം അമ്മയും ഞാനും കൂടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോവുകയാണ്. ഇപ്പോൾ മണി 9:45 കഴിഞ്ഞ് 9:50 അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ കിടക്കുന്ന കഥ കിടക്കുകയാണ്. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഈ വീഡിയോ ഒരു ദിവസത്തെ ഇതുപോലെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. മിഖേൽ, ഒരു വിഷ്ണു പ്രസാദ്, ഒരു വിഷ്ണു, മറ്റേ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം നമുക്ക് കാണാം കൂട്ടുകാരെ. എൻ്റെ നെറ്റ് ഇന്ന് തീരുകയാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കുന്നതാണ്. ഇല്ലെങ്കിൽ 2 ദിവസം താമസിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുങ്കേഷ്, നന്ദി. പുളികാപ്പൻ, ഗുഡ് നൈറ്റ്, ടാറ്റ. ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ.